ഇനി വലിയ വിവാദമായ ഒരു വാർത്തയുടെ ഒരു ഫോളോ അപ്പ് ആണ്. CPIM വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖിനെ മമ്മൂട്ടി ഫോണിൽ വിളിച്ച് സംസാരിച്ചു. വലിയ വിവാദമാണ്. അങ്ങനെ ചെയ്യാമോ, എന്താണ് അവിടെ സംഭവിച്ചത് എന്നൊക്കെ വലിയ വിവാദമായി നിൽക്കുകയാണല്ലോ. ഇന്നലെ ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ മമ്മൂട്ടി റഫീഖിനോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. കമൽ വിവരങ്ങളുമായി. കമൽ, ഇത് രണ്ട് വിഭാഗമായി തിരിഞ്ഞൊരു പോരിന്റെ വക്കിലാണ്. ഇന്നലെ വരെ മമ്മൂട്ടിയെ വളരെ സ്നേഹത്തോടെ പറഞ്ഞിരുന്നവർ പോലും വിമർശിക്കുന്നു, തിരിച്ച് മമ്മൂട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നു. അതിനിടയിലാണ് ഈ ഫോൺ കോൾ. എന്താണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ശ്രീജ, സൈബർ ലോകത്ത് വലിയ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. അതിനിടയിലാണ് ഈ വിവരം പുറത്തു വരുന്നത്. മമ്മൂട്ടി കെ റഫീഖിനെ നേരിട്ട് വിളിച്ച് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ റഫീഖിനെ അപമാനിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല, സ്വകാര്യമായി പറഞ്ഞ ഒരു കാര്യമാണ്. അത് ഈ രൂപത്തിൽ വിവാദമാകുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നുള്ള കാര്യമാണ് റഫീഖിനെ വിളിച്ച് സംസാരിച്ചത്. എന്തായാലും ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ഒരു പരസ്യ പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായില്ല. രാവിലെ മുതൽ എല്ലാവരും അദ്ദേഹത്തെ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ ഫോൺ വന്നതിന് ശേഷം ഇനി അദ്ദേഹം പ്രതികരിക്കുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത്. എന്തായാലും ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. മമ്മൂട്ടി ആദ്യം മുതൽ തന്നെ മാധ്യമങ്ങളെ അറിയിക്കരുത്, വളരെ സ്വകാര്യമായി ടൗൺഷിപ്പിൽ എത്തണമെന്നാണ് സന്ദർശിക്കണമെന്നാണ് ആഗ്രഹിച്ചതെന്ന് പറയുന്നു. അതിന് തൊട്ടു മുമ്പാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബി ടൗൺഷിപ്പിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ കെ റഫീഖ് ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. മമ്മൂട്ടി എത്തിയത് മുതൽ മമ്മൂട്ടിയോടൊപ്പം റഫീഖ് ഉണ്ട്. അതുപോലെ ആളുകളെ നിയന്ത്രിക്കാനും മമ്മൂട്ടിക്ക് വഴിയൊരുക്കാനും ഒക്കെ റഫീഖ് മുന്നിലുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് മമ്മൂട്ടി റഫീഖിനോട്, നിങ്ങൾ എന്തിനാണ് എൻ്റെ കൂടെ തന്നെ വരുന്നത്, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് എന്ന് കരുതും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. ആ ഓഡിയോ ചില ക്യാമറകളിൽ കിട്ടുകയും അത് പിന്നീട് പുറത്തു വരികയുമായിരുന്നു. അതിനെ തുടർന്നാണ് ഇടത് സൈബർ ഹാൻഡിലുകളിൽ നിന്നൊക്കെ മമ്മൂട്ടിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉയർന്നത്. അതുപോലെ മമ്മൂട്ടിയെ അനുകൂലിച്ചും കുറെ പേർ സൈബർ ലോകത്ത് അണിനിരന്നു. അത്തരത്തിൽ വലിയൊരു ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇരുവരും തമ്മിൽ ടെലിഫോണിൽ സംസാരിച്ചത്.